കാസർഗോഡ് ചന്തേരിയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ 15 വയസ്സുകാരുൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ കേസ്. കോഴിക്കോട് ഉടമ നൌഷാദ്, ഫായിസ് എന്നിവർ ചന്തേര പോലീസിന്റെ പിടിയിലായി. 15-കാരനായ വിദ്യാർത്ഥിയും 2 ആഴ്ച മുൻപ് ഗൾഫിലേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദും അടക്കം 2 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. 2 മാസം മുൻപ് അസുഖം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് കേസിൽ പ്രതിയാണ്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ ഞെട്ടലുളവാക്കുന്നൊരു വാർത്തയാണ്. 16-കാരിയെ ബലാത്സംഗം ചെയ്തത് 15-കാരൻ ഉൾപ്പെടെയുള്ളവർ. കേസിൽ നിലവിൽ എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരമാണിപ്പോൾ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വരുന്നത്. അതായത് 16-കാരിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ കേസിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ പ്രതിയാണ്. ഇതിലൊരു 15-കാരനും കൂടി പ്രതിയാണ്. അതോടൊപ്പം സ്പോർട്സ് കടയുടമ, ഒരു കോഴിക്കടയുടമ എന്നിവരാണ് മറ്റു പ്രതികൾ. ഏതായാലും ഈ കോഴിക്കട ഉടമ നൌഷാദ്, അതുപോലെ തന്നെ ഫായിസ് എന്നിവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുമ്പാണ് അസുഖം ബാധിച്ച് മരിച്ചത്. ഇയാളും ഈ കേസിൽ പ്രതിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കിടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അതായത് 2 പേരെ ഇനി പിടികൂടാനുണ്ട്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രതികളെ വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഇതിൽ പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ ഈ അധികൃതരെത്തി ഈ പെൺകുട്ടിയെ വിശദമായ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ട ബലാത്സംഗത്തിന്റെ കാര്യം ഈ വിവരം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി കടുത്ത ലൈംഗിക ചൂഷണത്തിന് ഇരയായതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ചന്തേര പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പീഡന വിവരം അറിയാനും വൈകിയത്. എന്തായാലും ഇതിൽ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേർ ഇപ്പോൾ പ്രതികൾ. അതിലൊരു 15-കാരനുണ്ട്. അതോടൊപ്പം കോഴിക്കട ഉടമ, ഒരു ഇത്തരത്തിൽ ഇവരുടെ സഹോദരി ഭർത്താവ് നേരത്തെ മരണപ്പെട്ട, ഇങ്ങനെ 5 പേരാണ് നിലവിൽ പ്രതികളായിട്ടുള്ളത്. പക്ഷേ അതല്ല, കൂടുതൽ പേർ ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ അന്വേഷണം ഏതായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. ചന്തേര പോലീസാണ് ഇത് സംബന്ധിച്ച് പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടോം, യെസ്, എന്തായാലും ഈ മറ്റ് 2 പ്രതികൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. അതിൽ 15-കാരനുണ്ട്. ഇയാളും ഈ 15-കാരനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പീഡിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? ഈ കൗമാരക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒളിവിലാണോ? പോലീസ് ഉടൻ പിടികൂടുമോ? ടോമെ, ഇയാൾ ഒളിവിലാണ്. ഇവർ മറ്റുള്ളവർ 2 പ്രതികൾ, അത് ഒരാൾ വിദേശത്താണ്. ഈ 15-കാരൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വിശദമായി ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ട് ആണ് ഈ വിവരം തന്നെ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത, കൂടുതൽ പേർ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നതാണ്. 16 വയസ്സുകാരിയാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ 5 പേർ തന്നെ ഇപ്പോൾ പ്രതികളായിട്ടുണ്ട്. ഈ കേസിൽ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 5 പേർ പ്രതികളായി. ഇനിയും കൂടുതൽ പേർ ഈ കുട്ടിയെ, അതായത് 1 വർഷത്തോളം ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡനത്തിന് പല ആളുകളായി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതായത് കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നു ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചേക്കാം. അത്തരത്തിൽ വലിയ വ്യാപ്തിയുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. ഈ മാതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് ഈ പീഡന വിവരം പുറത്തറിയാൻ വൈകിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത 15-കാരനെ, അതുപോലെ തന്നെ വിദേശത്തേക്ക് കടന്ന അയാളെ, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നടപടികളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ടോം, അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് ഏതാനും നാളുകൾക്ക് മുമ്പ് അസുഖം വന്ന് മരിച്ചതാണ്. ഇയാളും കേസിൽ പ്രതിയാണ്. ഈ വിശദമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? കൂടുതൽ പേർ പിടിയിലാകുമോ? തീർച്ചയായും 45-കാരനായ സഹോദരി ഭർത്താവ് ആണ് ഈ കേസിലെ മറ്റൊരു പ്രതി. പക്ഷേ ഇയാൾ 2 മാസം മുമ്പ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു.
അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15-കാരനായ വിദ്യാർത്ഥിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതിൽ ആംബുലൻസ് ഡ്രൈവറാണ് വിദേശത്തേക്ക് കടന്നത്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അത് ആ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതായത് ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ വിശദമായ കൗൺസിലിംഗ് ഇനിയും നടത്തും. അങ്ങനെ കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരം കേസ് ചെയ്തതെങ്കിൽ കൂടുതൽ പേർ ഇതിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായ 2 പേരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇവരെ അല്പസമയത്തിനകം ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. ടോം. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്രൂരമായ ലൈംഗിക പീഡനമാണ് 16-കാരിക്ക് നേരിടേണ്ടി വന്നത്. ചന്ദേരയിൽ +1 വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ നിലവിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15-കാരൻ ഉൾപ്പെടെയാണ് കേസിലെ പ്രതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.